തിയേറ്ററിന് മുന്നിൽ വെരുകിനെ പോലെ നടക്കുകയാണ് ശങ്കർ. അങ്കിൾ, ഇതെന്താ അങ്കിൾ ഇങ്ങനെ? ടീച്ചർക്ക് ഒരു കുഴപ്പവും വരില്ല. അയാൾ ദയനീയമായൊരു നോട്ടം അവൻ്റെ നേർക്കയച്ചു. കണ്ണ, അത് ഏജ് കുറച്ച് കൂടുതലായോണ്ട് കോംപ്ലിക്കേഷൻ വല്ലതും. എൻ്റെ അന്ന, എൻ്റെ അങ്കിൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? അങ്കിളിൻ്റെ വാവയെയും കൊണ്ട് ടീച്ചർ കൂളായി ഇങ്ങ് വരില്ലേ? ദേവേട്ടാ, ജെന്നിയുടെ സ്വരം കേട്ടതും അവൻ തിരിഞ്ഞു. എന്തായി ദേവേട്ടാ, വാവയെ കാണിച്ചോ? ഇല്ലടാ, പെയിൻ വരാത്തോണ്ട് ഓപ്പറേഷനാണ്. ആണോ? അവളുടെ മുഖത്ത് വേദന. പേടിക്കാനൊന്നുമില്ലടാ. സാറാ? വസുന്ധര അവരുടെ അടുത്തേക്ക് നീങ്ങി കൊച്ചുവർത്താനവും തുടങ്ങി. ശങ്കറിന്റെ നിൽപ്പും ടെൻഷനും കണ്ട് ജെന്നി അയാളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. അച്ഛാ, മറ്റാരും കേൾക്കാതെ അവൾ മെല്ലെ വിളിച്ചു. ആ, മോള് വന്നോ? എന്തിനാ അച്ഛാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? അമ്മയ്ക്കും ബാവയ്ക്കും ഒന്നും സംഭവിക്കില്ല. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന അമ്മയ്ക്കൊപ്പം ഇല്ലേ? അതേടാ, എന്നാലും ഉള്ളിലൊരാന്തല. എനിക്ക് അവരെ കാണുന്നത് വരെ ഒരു സമാധാനം കിട്ടില്ല. എൻ്റെ അച്ഛ ഇങ്ങനെ പേടിക്കാൻ തുടങ്ങിയ ഇവിടെ ഞങ്ങളെപ്പോലെയുള്ളവരെ സമ്മതിക്കണമല്ലോ. ദേ, ഞാൻ കൂളായി നിൽക്കുന്നത് കണ്ടില്ലേ? അയാളെ സമാധാനിപ്പിക്കുമ്പോഴും അവളുടെ നെഞ്ചും ശക്തിയിൽ മിടിക്കുന്നുണ്ട്. തൻ്റെ അമ്മയും അനിയനും ഒരു കുഴപ്പവും കൂടാതെ തൻ്റെ അരികിലേക്ക് വരണേ എന്ന് അവൾ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട്. തീച്ചൂളയിൽ എന്ന പോലെ ശങ്കർ നിൽക്കുമ്പോൾ വിഷ്ണുവർദ്ധൻ അയാളുടെ തോളിൽ കൈയിട്ടു. അളിയാ, എന്താടാ ഇങ്ങനെ ചത്തുകുത്തി നിൽക്കുന്നത്? ദേ, നീ ഇത് കണ്ടോ? ഈ ഹോസ്പിറ്റലിലുള്ളവർക്ക് മുഴുവൻ ഇന്ന് എൻ്റെ വകയായി കൊടുക്കാനുള്ളതാ. എന്താ അളിയ ഇത്? ഇതോ, എൻ്റെ അളിയൻ്റെ കുഞ്ഞ് ഈ ഭൂമിയിൽ പിറക്കുമ്പോൾ നമുക്ക് കുറച്ച് ഭക്ഷണമെങ്കിലും ഇവർക്കൊക്കെ കൊടുക്കണ്ടേ? അതേടാ അളിയ, ഇത് മട്ടൻ ബിരിയാണിയാ. ഈ ഹോസ്പിറ്റലുകളുടെ ഫുൾ ലിസ്റ്റ് ഇന്നലെ തന്നെ ഞാൻ എടുപ്പിച്ചു. എല്ലാവർക്കും ഇന്ന് നമ്മുടെ ഫുഡാണെന്ന് അറിയിച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നോ, ഇത്രയൊക്കെ വേണോ അച്ഛാ? ദേവന് സംശയം. വേണം മോനെ, ഇതൊരു കടമയാ. ഞാൻ എന്തൊക്കെ ചെയ്താലും ഇവനോടുള്ള കടപ്പാട് തീരില്ല. വാ അളിയ, നമുക്ക് ഇതെല്ലാവർക്കും കൊടുത്തിട്ട് വരാം. അളിയ, ഞാൻ ഒരു കുഴപ്പമില്ല, നീ വന്നേ. അപ്പോഴേക്ക് നിന്റെ കുഞ്ഞുങ്ങ വന്നോളും. വിഷ്ണു ശങ്കറിന്റെ കൈയും പിടിച്ച് നടന്നു കഴിഞ്ഞു. ഒരു വലിയ കവർപ്പെട്ടി തൂക്കി അവരുടെ പിന്നാലെ ദേവനും ജെന്നിയും. എന്നാ പിന്നെ ഞാനും ഉണ്ട്. അടുത്ത പെട്ടി തൂക്കി മാനുവൽ. ഒരുവിധം എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞ് അവർ ഹോസ്പിറ്റലിന്റെ പുറത്തേക്കിറങ്ങി. അങ്ങിങ്ങായി ചുറ്റി നടക്കുന്നവർക്ക് പൊതി കൊടുത്തുകൊണ്ട് തിരിയുമ്പോൾ ഒരാൾ പിച്ചും പെയ്യും പറഞ്ഞ് നടന്നു വരുന്നത് ശങ്കർ കണ്ടു. അവൻ വേഗം പൊതിയുമായി അയാളുടെ പിന്നാലെ ചെന്നു. ദാ, ഇത് കഴിച്ചോ? അയാൾ അവനെ നോക്കി. താടിയും മുടിയും വളർന്നിറങ്ങി വല്ലാത്തൊരു രൂപം. അയാളെ സൂക്ഷിച്ചു നോക്കിയ ശങ്കർ അമ്പരന്നുപോയി. കുര്യച്ചൻ മുതലാളി? അയാളുടെ ചുണ്ടുകൾ സദാ പിറുപിറുത്തു. ശങ്കർ അയാളുടെ കയ്യിൽ പിടിച്ചു. കുര്യച്ചൻ മുതലാളി, വിട്, വിടടാ! അയാൾ കുതറി. ശങ്കറിന്റെ കയ്യിൽ നിന്നും അയാൾ പൊതി തട്ടിപ്പറിച്ചു. പിന്നെ മുടന്തി ഓടി. അയാളുടെ പോക്ക് അവനെ വേദനിപ്പിച്ചു. അങ്കിളേ, വന്നേ, വാവേ കാണണ്ടേ? ദേവന്റെ വിളി കേട്ട് അയാൾ ഞെട്ടിത്തിരിഞ്ഞു. പിന്നെ അയാൾ ഓടിയ വഴിയെ നോക്കി. വാ അങ്കിളേ! ശങ്കർ അകത്തേക്ക് കുതിച്ചു. അവന്റെ മനസ്സിലപ്പോ അവന്റെ അന്നയും കുഞ്ഞും മാത്രമായിരുന്നു.
തിയേറ്ററിന് മുന്നിൽ വെള്ള തുണിയും പിടിച്ച് പുഞ്ചിരിച്ച് നിൽക്കുന്ന നഴ്സ്. അങ്കിള് തന്നെ വാങ്ങിക്കേ, ദേവൻ പറഞ്ഞു. ശങ്കർ നിറഞ്ഞ കണ്ണുകളോടെ വിറയ്ക്കുന്ന കൈകൾ നീട്ടി. ആ കുഞ്ഞു നിലാവിൻ്റെ മുഖത്തേക്ക് അയാൾ നിറമിഴിയോടെ നോക്കി. ആ നിമിഷം കുഞ്ഞു നിലാവ് കണ്ണു തുറന്നു. ശങ്കറിൻ്റെ ഉള്ളം നിറഞ്ഞു. പൂച്ചക്കണ്ണനാ? അച്ഛാ, എൻ്റെ ആഗ്രഹം പോലെ അനിയൻകുട്ടനാ. ദേ കണ്ടോ, ചെക്കന് എൻ്റെ അതേ കണ്ണാ. ജെന്നി മെല്ലെ അയാളുടെ കാതിൽ പറഞ്ഞു. അതേടാ. അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇങ്ങ് തന്നേ, ഞാനൊന്ന് എടുക്കട്ടെ കള്ളച്ചെക്കനെ. സാറ കൈനീട്ടിയതും ശങ്കർ ചിരിയോടെ കുഞ്ഞിനെ കൈമാറി. സിസ്റ്റർ, എൻ്റെ അന്ന. കുഴപ്പമില്ല, നാളെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതുവരെ ആരെയും കാണാൻ അനുവദിക്കില്ല കേട്ടോ. കണ്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ലെന്ന് അറിഞ്ഞാൽ മതി സിസ്റ്റർ. വിഷ്ണു അത് പറഞ്ഞപ്പോൾ വൈശു ദേവനെ ഞോണ്ടി. ഏട്ടാ, പട്ടാളം ഇത്രയ്ക്ക് സോഫ്റ്റായത് ബോറാണല്ലേ? ഇതിലും ഭേദം കീരിക്കാടൻ തന്നെ ആയിരുന്നു. പോടി അവിടുന്ന്. ദേവൻ അവളെ നോക്കി കണ്ണുരുട്ടി. ഞെ. അവൾ അവനെ നോക്കി കൊഞ്ഞനം കാട്ടി. പിറ്റേന്ന് അന്നയെ റൂമിലേക്ക് മാറ്റി. എല്ലാവരും അവളെ കാണുമ്പോൾ അവൾ മയക്കത്തിലായിരുന്നു. ശല്യം ചെയ്യണ്ട എന്നോർത്ത് എല്ലാവരും പെട്ടെന്ന് കണ്ടിട്ട് പുറത്തിറങ്ങി. എന്നാ ശങ്കർ മാത്രം പോകാതെ മടിച്ചു നിന്നു. ഹലോ മനുവളിയാ, ഇമോഷൻസൊക്കെ സൂക്ഷിച്ച് വേണം. സർജറി കഴിഞ്ഞേയുള്ളൂ, മറക്കണ്ട. മാനുവൽ പോകുന്ന പോക്കിൽ ഒന്ന് ട്രോളാനും മറന്നില്ല. ഈ ചായൻ. അയാളെ നുള്ളിക്കൊണ്ട് സാറ പുഞ്ചിരിയോടെ ഇറങ്ങി. എല്ലാവരും പോയതും ജെന്നി അവരുടെ നെറുകയിൽ തലോടി. പിന്നെ അവൾ അവരുടെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി. താങ്ക്സ് അമ്മ, എനിക്കൊരു കൂടപ്പിറപ്പിനെ, കുഞ്ഞനുജനെ തന്നതിന്. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി. ഒരു ഉമ്മ കൂടി നൽകി അവൾ പുറത്തേക്കിറങ്ങി. അവൾ പോയതും ശങ്കർ വാതിൽ മെല്ലെ ചാരി അന്നയുടെ അടുത്തേക്കിരുന്നു. അവരുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു. അവളെ ആദ്യമായി കണ്ട നിമിഷം മുതൽ ഈ നിമിഷം വരെ ഒരു ചിത്രമായി അയാൾ ഓർത്തു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. അയാളുടെ കണ്ണുകൾ കുഞ്ഞിനെ തേടി ചെന്നു. കണ്ണീർ അയാളുടെ കാഴ്ചയെ മറച്ചു. അയാളുടെ കൈ അവളുടെ കൈയെ ചേർത്ത് പിടിച്ചു. ശങ്കർ. അവളുടെ തളർന്ന ശബ്ദം. അന്ന. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയാൾ അവരുടെ കയ്യിൽ മുത്തമിട്ടു. എന്താ ശങ്കർ ഇത്? ശങ്കർ നമ്മുടെ കുഞ്ഞ് മോനാണല്ലേ? കണ്ടോ, അവിടെയും ശങ്കർ തന്നെ ജയിച്ചു. ശരിക്കും പറഞ്ഞ അതാണ് എൻ്റെ സന്തോഷം. നിന്റെ ആഗ്രഹവും സാധിച്ചു അന്ന. എങ്ങനെ? നീ ആഗ്രഹിച്ചതുപോലെ നമ്മുടെ മോന് എൻ്റെ കണ്ണുകളാ കിട്ടിയത്. ആണോ ശങ്കർ? അവർക്ക് അത്ഭുതം. അതേടാ, ദേ നോക്ക്. ശങ്കർ കുഞ്ഞിനെ അവളുടെ മുഖത്തിന് നേരെ ഉയർത്തി. ആ നിമിഷം അവൻ കുഞ്ഞിക്കണ്ണുകൾ ചിമ്മി തുറന്നു നോക്കി. അവൾ നിറമിഴിയോടെ കുഞ്ഞിക്കവിളിൽ മുത്തമിട്ടു. ശങ്കർ അവനെ അവളുടെ നെഞ്ചിൽ കിടത്തി കൊടുത്തു. അവളിലെ അമ്മമനം നിറഞ്ഞു. ആ ഒരു കാഴ്ച ശങ്കർ ഇമ വെട്ടാതെ നോക്കി നിന്നു. 6 മാസങ്ങൾക്ക് ശേഷം ഇളം ഗോൾഡൻ ഷർട്ടും ഗോൾഡൻ കരയുള്ള മുണ്ടും ധരിച്ച് ചെറു പുഞ്ചിരിയോടെ മണ്ഡപത്തിലിരിക്കുന്ന ദേവൻ. മുന്നിലിരിക്കുന്ന നാട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും, മണ്ഡപത്തിന് ചുറ്റും നിൽക്കുന്ന അമ്മമാരും അച്ഛന്മാരും അങ്കിളും. ദേവന് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. അവൻ്റെ കണ്ണുകൾ തൻ്റെ പെണ്ണിനെ തേടുകയാണ്. പെട്ടെന്ന് അവൻ്റെ കണ്ണുകൾ തിളങ്ങി. കല്യാണവേഷത്തിൽ ഒരുങ്ങി നിറഞ്ഞ ചിരിയോടെ നടന്നു വരുന്ന ജെന്നി. അവൻ്റെ കണ്ണുകൾ അവളുടെ സ്വർണ്ണാഭരണങ്ങളിലായിരുന്നില്ല, മറിച്ച് ആ വെള്ളാരം കണ്ണുകളിലായിരുന്നു. ബ്രൈഡൽ ലുക്കിൽ അവളെ കാണാൻ വല്ലാത്തൊരഴകായിരുന്നു. അന്നയുടെ കയ്യിലിരുന്ന മോനോട്ടൽ അവളെ കണ്ടതും അവളുടെ നേർക്ക് ചാഞ്ഞു. അച്ചോടാ,
ചേച്ചിയുടെ മുത്ത് സുന്ദരനാണല്ലോ. അവൾ അവനെ എടുക്കാനാഞ്ഞു. അയ്യോ വേണ്ട മോളെ, ഡ്രസ്സൊക്കെ ഉലയും. അതിനിപ്പോ എന്താ, അതൊന്നും എൻ്റെ മോനൂട്ടൻ്റെ മുന്നിൽ ഒന്നുമല്ല. അവൾ കൊഞ്ചലോടെ അവനെ എടുത്തു നെഞ്ചോട് ചേർത്തു. എൻ്റെ ഈശോയെ, ഇപ്പൊ കണ്ട ഒരമ്മ പെറ്റ മക്കളല്ലെന്ന് ആരും പറയില്ല. അന്ന ചിരിയോടെ പറഞ്ഞു. സാറയും തലയാട്ടി പുഞ്ചിരി തൂകി. അവൾ മോനൂട്ടനെയും കൊണ്ട് മണ്ഡപത്തിൽ കയറി. അന്ന പെട്ടെന്ന് കുഞ്ഞിനെ വാങ്ങി. മോളിരുന്നോ. അവൾ ആ കുഞ്ഞി കവളിൽ അമർത്തി ഉമ്മവച്ചു. പിന്നെ ദേവനെ നോക്കി ചിരിയോടെ സദസ്സിനെ വണങ്ങി അവനൊപ്പം ഇരുന്നു. ദേവന്റെ ഉള്ളിൽ നടക്കുന്നതെന്താണെന്ന് അവന് തന്നെ അറിയില്ല. ഈ ലോകം തന്നെ കീഴടക്കിയ ഭാവമാണ് അവന്റെ മുഖത്ത്. ചടങ്ങുകൾ ആരംഭിച്ചു. കർമ്മി നീട്ടിയ താലിച്ചരട് കൈനീട്ടി വാങ്ങുമ്പോൾ അവന്റെ ഹൃദയമിടിപ്പ് വേഗത്തിലായി. പ്രാർത്ഥനയോടെ തല കുനിച്ചു പിടിച്ച അവളുടെ കഴുത്തിലേക്ക് അവൻ താലി ചാർത്തി. കെട്ടിമേളം മുഴങ്ങുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി. അവൾ കണ്ണുകൾ തുറന്നു. അവൻ്റെ അപ്പോഴത്തെ ഭാവം മനസ്സിൽ കുറിച്ചിട്ടു. നിറഞ്ഞ കണ്ണുകളോടെ അവൻ പുഞ്ചിരിച്ചു. അവനായി അവളും ഒരു പുഞ്ചിരി സമ്മാനിച്ചു. സാറ നിറഞ്ഞ മിഴികൾ തുടച്ചു. വസുന്ധര വിഷ്ണുവിനെ ഒന്ന് നോക്കി. അയാളുടെ മുഖത്തും നിറഞ്ഞ സന്തോഷം. വൈശു കൈകൾ കൊട്ടുന്നുണ്ട്. പെണ്ണിന് തുള്ളിച്ചാടാൻ തോന്നുന്നുണ്ട്. ജെന്നിയെ തന്നിലേക്ക് ചേർത്തുകൊണ്ട് ദേവൻ അവളുടെ നെറുകയിൽ സിന്ദൂരം ചാർത്തി. പിന്മാറാനൊരുങ്ങി അവളെ പിടിച്ചുകൊണ്ട് നെറുകയിൽ ചുണ്ടുകൾ അമർത്തി. കൂടി നിന്നവർ കരഘോഷം മുഴക്കി. എടാ, രാത്രി വരെ പിടിച്ചു നിൽക്കാൻ വയ്യല്ലേ? വിനു ദേവന്റെ കാതിൽ ചോദിച്ചു. പോടാ തെണ്ടി. ചടങ്ങുകൾ കഴിഞ്ഞതും അവർ യാത്ര പറയാൻ സാറയുടെ അരികിലേക്ക് നടന്നു. അവർ ചിരിയോടെ അവളെ പുണർന്നു. എൻ്റെ പൊന്നുമോൾ സന്തോഷത്തോടെ ഇരിക്കണം കേട്ടോ. മമ്മിക്ക് ഒരു വിഷമവും ഇല്ലടാ. എൻ്റെ മോള് എത്തേൻ്റെ അടുത്ത് തന്നെ എത്തിയതെന്ന് മമ്മിക്കറിയാം. ജെന്നിയുടെ മുഖം ചുളിഞ്ഞു. അതെ, എൻ്റെ മോൾക്ക് ഇഷ്ടമുള്ളിടത്ത് തന്നെയല്ലേ പോകുന്നത്. പിന്നെ എന്തിനാ മമ്മി വിഷമിക്കുന്നത്? അവർ ചിരിച്ചു. പിന്നെ മമ്മിക്ക് മോളെ കാണണമെന്ന് തോന്നിയ ചിന്ന ഡ്രൈവ് മമ്മി പറന്നെത്തില്ലേ. അതുകൊണ്ട് മമ്മി കരയില്ല. മമ്മിക്ക് മമ്മിയുടെ മുത്തിനെ കരഞ്ഞുകൊണ്ട് യാത്രയാക്കണ്ട. അവർ അവളുടെ കവളിൽ ചുംബിച്ചു. മാനുവലിനെ കെട്ടിപ്പിടിച്ച് അവൾ യാത്ര പറഞ്ഞു. അയാൾ അവളുടെ തലയിൽ തഴുകി. രാവിലെ എണീക്കാൻ നാളെ രാവിലെ സാറാ സൈറൺ ഇല്ല. സമയത്തിനൊക്കെ എണീറ്റോണം. വെറുതെ മമ്മിയെ പറയിക്കരുത് കേട്ടോ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ദേ, നീ ആൺകുട്ടിയാ. പെൺപിള്ളേരെ പോലെ കരഞ്ഞ് ഇമേജ് തകർക്കരുത്. അയാൾ ഇടർച്ചയോടെ പറഞ്ഞു. പപ്പ. ഒരു പൊട്ടിക്കരച്ചിലോടെ അവൾ ഇരുവരെയും പുണർന്നു കവളിൽ ചുംബിച്ചു. കുറച്ചു നേരത്തെ യാത്ര പറച്ചിലിന് ശേഷം അവർ ദേവന്റെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. പൊന്ന, എന്തിനാടാ വിഷമിക്കുന്നത്? എപ്പോൾ വേണമെങ്കിലും നമുക്ക് അവരെ പോയി കാണാമല്ലോ. അതല്ല ദേവേട്ട, ഓർമ്മ വച്ചതിൽ പിന്നെ ഞാൻ ഒരു ദിവസം പോലും അവരെ പിരിഞ്ഞിരുന്നിട്ടില്ല. ആദ്യമായ ഇങ്ങനെ, അതും എന്നേക്കുമായി. ആ, നീ അങ്ങനെയാണോ കരുതിയത്? നമ്മൾ അങ്ങോട്ടും പോകും, അവർ ഇങ്ങോട്ട് വരികയും ചെയ്യും. പിന്നെ എങ്ങനെയാ എന്നേക്കുമായി പിരിയുക? പിന്നെ നീ ഭാഗ്യം ചെയ്ത കുട്ടിയാ പൊന്ന. മറ്റാർക്കും കിട്ടാത്ത വലിയൊരു ഭാഗ്യം നിനക്ക് കിട്ടിയിട്ടുണ്ട്. അവൾ കണ്ണുകൾ കൂർപ്പിച്ചു. എടാ, സാധാരണ പെൺകുട്ടികൾ മാരേജ് കഴിഞ്ഞ് പോകുമ്പോൾ അച്ഛനെയും അമ്മയും പിരിയും. പക്ഷെ പൊന്ന, നീ കല്യാണം കഴിഞ്ഞ് വരുന്നത് സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ അനിയൻ്റെ ഒപ്പം ജീവിക്കാൻ വേണ്ടിയാ. എന്താ ദേവേട്ട, എന്താ പറഞ്ഞത്?
എൻ്റെ പൊട്ടിക്കാളി, എൻ്റെ അച്ഛൻ അങ്കിളിനെയും ടീച്ചറിനെയും വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇനി അവർ നമ്മുടെ ഒപ്പം. നിനക്ക് അവരെ കൺകുളിർക്കെ കാണാം. നിന്റെ മോനോട്ടനെ പൊന്നുപോലെ വളർത്താം. ഇതെന്റെ പട്ടാളം നിനക്ക് തരുന്ന സമ്മാനമാ. എൻ്റെ ഈശോയെ, എൻ്റെ സാറക്കൊച്ചിനെയും പപ്പയും പിരിയുന്ന വിഷമം മറികടക്കാൻ ഇങ്ങനെ ഒരു നിമിഷം. അവൾ മുഖം പൊത്തിക്കരഞ്ഞു. എടാ, ഈ നിമിഷം നീ സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത്? ആരെയും വേദനിപ്പിക്കാതെ നിനക്ക് നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം ഇനിയുള്ള കാലം ജീവിച്ചൂടെ പൊന്നാ? അതൊരു ഭാഗ്യം തന്നെയല്ലേ? അതെ, ഭാഗ്യം തന്നെയാണ് ദേവേട്ട. ആർക്കും ലഭിക്കാത്ത ഭാഗ്യം. അവൾ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു. അയ്യോ, ഞാനിതിപ്പോ നിന്നോട് പറഞ്ഞെന്ന് പട്ടാളം അറിയല്ലേ? തന്തപ്പടി എന്നെ ശരിയാക്കും. ഇല്ല, പറയില്ല. അവൾ ദേവന്റെ കയ്യിൽ കൈചുറ്റി. ദേവൻ അവളുടെ തലയിൽ ചുംബിച്ചു. വീടെത്തിയതും നിലവിളക്കുമായി വസുന്ധര നിറഞ്ഞ ചിരിയോടെ നിന്നു. ജെന്നിയത് വാങ്ങി വലതുകാൽ വെച്ച് കയറി. വൈശു അവളെ പൂജാമുറിയിൽ കൊണ്ടുപോയി. വിളക്ക് വെച്ച് തൊഴുതു നിൽക്കുമ്പോൾ ദേവനും അവളുടെ അരികിലേക്ക് വന്നു. വൈശു ചിരിയോടെ നോക്കി നിൽക്കുന്നത് കണ്ട ദേവൻ അവളെ നോക്കി കണ്ണുരുട്ടി. അവൾ കണ്ണു കൂർപ്പിച്ചു. പൊടി. ഇല്ല, ഞാൻ പോല്ല. അവൾ ചിണുങ്ങി. പോടി പൊട്ടിക്കാളി. പോടാ ഏട്ടാ. അവൾ തുള്ളിക്കൊണ്ട് തിരിഞ്ഞു. ശരിയാക്കി തരാം മോനെ ഏട്ടാ. വൈശു മാത്രം തിരികെ വന്നത് അന്നയ്ക്ക് സംശയം. അവരെവിടെ? ഓ, എൻ്റെ ചേട്ടന് നാത്തൂനെ ഒറ്റയ്ക്ക് വേണമെന്ന് എന്നെ ഗെറ്റൗട്ട് അടിച്ചു. വിഷ്ണുവർദ്ധന്റെ മുഖം ചമ്മലോടെ ചുളിഞ്ഞു. വസുന്ധര അവളെ പിച്ചി. എന്തൊക്കെയാ പെണ്ണെ വിളിച്ചു പറയുന്നേ? അന്നയും ശങ്കറും ചിരിയൊതുക്കി. ഞാൻ സത്യമാ പറഞ്ഞേ. ഏട്ടൻ എന്നെ ഓടിച്ചു വിട്ടു. ഏട്ടനിപ്പോ ചേച്ചിയെ മാത്രം മതി. ഞാൻ പോയി ഒരു പണി കൊടുത്തിട്ട് വന്നാലോ? അയ്യോ വേണ്ട. വസുന്ധര പെട്ടെന്ന് അവളെ പിടിച്ചു നിർത്തി. എൻ്റെ മോനെ എനിക്കത്ര വിശ്വാസം പോരാ, അവർ മനസ്സിലോർത്തു. എന്താ വസു, നിനക്കവനെ അത്ര വിശ്വാസം ഇല്ലല്ലേ? പുതുമോടിയല്ലേ, വല്ല കുരുത്തക്കേടും വൈശു കണ്ട അവൾ അത് പാട്ടാക്കും. വിഷ്ണു ചിരിയോടെ തൻ്റെ റൂമിലേക്ക് കയറി. തൊഴുതു നിൽക്കുന്ന ജെന്നിയെ കാണാൻ വല്ലാത്തൊരു ഭംഗിയാണെന്ന് ദേവന് തോന്നി. എൻ്റെ മഹാദേവ, സർവ പരീക്ഷണങ്ങളും കഴിഞ്ഞ് എൻ്റെ പ്രാണനെ എനിക്ക് നീ നൽകി. ഇനിയും ഞങ്ങൾക്ക് കാവലായി എന്നും ഒപ്പം ഉണ്ടാകണേ. ദേവൻ പ്രാർത്ഥിച്ച ശേഷം അവളെ നോക്കി. അവളുടെ പ്രാർത്ഥന കഴിഞ്ഞതും ദേവൻ അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി. ഇന്നു മുതൽ നമ്മൾ ഒന്നാണ്. സന്തോഷം മാത്രം മതി നമ്മുടെ ലൈഫിൽ. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാരി. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച നിമിഷമാണിത്. എൻ്റെ പപ്പയുടെയും മമ്മിയുടെയും ദേവേട്ടൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സമ്മതത്തോടെയും അനുഗ്രഹത്തോടെയും നമ്മുടെ കൂടിച്ചേരൽ. ഇന്നെനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയ ദിവസമാണ്. എന്നാലേ എനിക്കൊരു ഉമ്മതാടി. ഞാനും ഒരുപാട് ആഗ്രഹിച്ചതാ ഈ നിമിഷം. അയ്യടാ, പൂജാമുറിയിൽ വച്ചാണോ ഉമ്മ? അതിനെന്താ, ഈ ഇരിക്കുന്ന മഹാദേവനുണ്ടല്ലോ, പ്രണയത്തിൻ്റെ കൊടുമുടിയാ. പുള്ളിയാണ് മനസ്സിൽ തൊട്ട പ്രണയത്തിൻ്റെ വിത്ത് മനുഷ്യൻ്റെ മനസ്സിൽ പാകിയത്. അറിയോ? എൻ്റെ പെണ്ണ് എനിക്കൊരു ഉമ്മ തരുന്നതിൽ അങ്ങേക്ക് വല്ല എതിർപ്പുണ്ടോ മഹാദേവ? എൻ്റെ മുന്നിൽ വച്ച് തന്നെ നിനക്ക് ഉമ്മ വേണം അല്ലേടാ? ഹേ? ഞെട്ടലോടെ ദേവൻ മഹാദേവന്റെ ഫോട്ടോയിലേക്ക് നോക്കി. ഡാ, ദേ ഇവിടെ, ഇങ്ങോട്ട് നോക്കടാ കള്ളക്കണ്ണ. പിന്നിൽ കേട്ടത് ശങ്കറിന്റെ ശബ്ദമാണെന്ന് തിരിച്ചറിഞ്ഞ ദേവൻ നന്നായി ചൂളി. ജെന്നി ചിരിയോടെ തിരിഞ്ഞു. അച്ഛാ, അവൾ വിളിച്ചതും അവൾ ഉള്ളിലേക്ക് വന്നു. അവൾ ദേവനെ ഒന്ന് നോക്കി. അതിൻ്റെ അർത്ഥം അവന് ബോധ്യപ്പെട്ടു. ശങ്കർ അടുത്തേക്ക് വന്നതും അവർ അയാളുടെ കാലുകളിൽ വീണു. കാലു തൊട്ട് കണ്ണിൽ വെച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണേ അച്ഛാ എന്നവർ പറഞ്ഞു. അയാളുടെ മനസ്സ് നിറഞ്ഞു. ദീർഘസുമംഗലീ ഭവ.
അയാൾ മനസ്സറിഞ്ഞനുഗ്രഹിച്ചു. അവരെ ഉയർത്തി അയാൾ അവരെ രണ്ടുപേരെയും നെഞ്ചോട് ചേർത്തു. നന്നായി വരും മക്കളെ. നിങ്ങളുടെ സ്നേഹം എന്നും നിലനിൽക്കട്ടെ. അത് അങ്ങനെ തന്നെ ഉണ്ടാകും അങ്കിൾ. ഞാനേ അങ്കിളിൻ്റെ പാത പിന്തുടരുന്നവനാ. അപ്പം പിന്നെ പറയാനുണ്ടോ? ദേവൻ ചിരിയോടെ പറഞ്ഞതും ജെന്നി അവനെ നോക്കി പേടിപ്പിച്ചു. ചുമ്മാ. അവൻ കണ്ണിറുക്കി. ശങ്കർ അവരെ കൂട്ടി പുറത്തേക്ക് വന്നു. അവരെ കണ്ടതും വൈശു ജെന്നിയുടെ പിന്നിൽ നിലയുറപ്പിച്ചു. അതെ, എൻ്റെ ഏട്ടൻ ഉമ്മിച്ചോ? ഹേ! ഞെട്ടി ജെന്നി തിരിഞ്ഞു നോക്കി. വൈശു ഒന്നിളിച്ചു. അല്ല, എന്നെ ഗെറ്റൗട്ട് അടിച്ചിട്ട് ചേച്ചിയെ കിസിയോന്ന്. നിന്നെ ഞാൻ. ജെന്നി അവളുടെ കാതിൽ പിടിക്കാനാഞ്ഞു. അയ്യോ! വൈശു ഓടിക്കളഞ്ഞു. ജെന്നിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. വൈകുന്നേരത്തെ ഗ്രാൻഡ് പാർട്ടി കഴിഞ്ഞപ്പോഴേക്കും നേരെ ഒരുപാട് വൈകി. ദേവന്റെ മുഖമാണെ കടന്നൽ കുത്തിയതുപോലെ വീർത്തു. ശങ്കർ അവൻ്റെ അടുത്തേക്ക് നടന്നു. എന്താ കണ്ണാ? ഒന്നുമില്ലങ്കിൾ. എനിക്ക് നിന്റെ മുഖം മാറിയാൽ മനസ്സിലാകും. എന്താടാ കാര്യം? എനിക്കൊന്ന് കിടക്കണോ അങ്കിൾ? എനിക്കെന്തോ ആകെ ഒരു വിമ്മിഷ്ടം. അങ്കിളിന് മനസ്സിലാകും. മോൻ ചെല്ല്, റൂമിലേക്ക് പോയിക്കോ. ചെന്ന് ഫ്രഷായി അല്പം കിടക്ക. ദേവൻ വല്ലാത്തൊരാശ്വാസത്തിൽ റൂമിലേക്കോടി. പാവം. ശങ്കർ മെല്ലെ തിരിഞ്ഞു. അളിയ, നമുക്ക് 2 എണ്ണം അടിച്ചാലോ? ശങ്കറിനെ കണ്ടയുടൻ വിഷ്ണു ചോദിച്ചു. ഇന്നടിച്ചില്ലേ പിന്നെ ഇനി എന്നാ അളിയാ? ആഹാ, എങ്കി വാ, നമുക്കൊന്ന് ആഘോഷിക്കാം. പരസ്പരം തോളിൽ കൈയിട്ട് അവർ നടന്നു. ജെന്നിയെ റെഡിയാകുന്ന തിരക്കിലാണ് അന്നയും വസുന്ധരയും. ശോ, സമയം ഒരുപാടായി. ദേവൻ എപ്പോഴേ റൂമിലേക്ക് പോയി. അവൻ ഉറക്കം പിടിച്ച് കാണുമോ ആവോ? എവിടെ? കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നുണ്ടാവും കള്ളൻ. ജെന്നിയുടെ ചുണ്ടിൽ കുസൃതിച്ചിരി വിരിഞ്ഞു. അന്നെ അത് കണ്ടു. ഉറങ്ങാനോ? ആര്? ദേവനോ? അതും ഈ രാത്രി? കൊള്ളാം. അവൻ്റെ ഏറെ നാളത്തെ സ്വപ്നം സഫലമായ ദിവസമാണ്. അമ്മേ, ദേ പാല്. വൈശു പറഞ്ഞതും അന്നയും വസുവും ഞെട്ടിത്തിരിഞ്ഞു. കയ്യിൽ വലിയൊരു ഗ്ലാസ് പാലുമായി അവൾ നിൽക്കുന്നത് കണ്ടതും അവർ വിളറി. വൈശു, എന്താ ഇത്? പാല്. ഇതെന്തിനാ നീ എടുത്തത്? പാലല്ലേ, ആരെങ്കിലും എടുത്താൽ പോരെ? എത്ര മൂവിയിൽ കണ്ടേക്കുന്നു പാലും കയ്യിലേന്തി മണിയറയിൽ കടന്നു ചെല്ലുന്ന ഹീറോയിൻസ്. എൻ്റെ ദൈവമേ, ഇതിനെ കൊണ്ട് തോറ്റല്ലോ. അമ്മയൊന്ന് സഹായിക്കാമെന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ പോവാ. ഗ്ലാസ് അവിടെ വെച്ചിട്ട് അവൾ തിരിഞ്ഞു. പെട്ടെന്ന് അവൾ ജെന്നിയെ തിരിഞ്ഞു നോക്കി. അതെ, എൻ്റെ കല്യാണത്തിന് പാൽ തരാൻ അങ്ങ് വന്നേക്ക്, അപ്പം കാണിച്ചു തരാം. കൊഞ്ഞനം കുത്തിക്കൊണ്ട് നടന്നു പോകുന്ന അവളെ നോക്കി. ഇതെന്തോന്ന് സാധനം എന്ന മട്ടിൽ വസുന്ധര അന്നയെ നോക്കി. അന്ന പുഞ്ചിരി തൂകി. പാലുമായി ദേവന്റെ റൂമിലെത്തിയ ജെന്നി കാണുന്നത് കട്ടിലിൽ കമിഴ്ന്ന് കിടന്നുറങ്ങുന്ന ദേവനെയാണ്. അവളുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. ഉറങ്ങുന്നോ? അതും ഈ രാത്രി? ശരിയാക്കി തരുന്നുണ്ട്. അവൾ സാരി അങ്ങോട്ട് പൊക്കി പിടിച്ച് ചവിട്ടിക്കുലുക്കി അകത്തേക്ക് കയറി ഡോറടച്ചു, ലോക്കിട്ടു. ടേബിളിലേക്ക് പാല് വെച്ച് അവൻ്റെ സൈഡിലെ നിന്ന് സൂക്ഷിച്ചു നോക്കി. ഇപ്പം ശരിയാക്കി തരാം. അവൾ കൈ കൂട്ടിത്തിരുമി. അവനെ നോക്കി തലയാട്ടി. അവൾ അവൻ്റെ പുറത്തിടിക്കാനാഞ്ഞതും അവൻ തിരിഞ്ഞ് അവളെ തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ട് കഴിഞ്ഞു. വിറച്ചുപോയി അവൾ. അവൻ്റെ അങ്ങനെ ഒരു നീക്കം അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോ കള്ളയുറക്കമായിരുന്നു അല്ലേ? പിന്നല്ലാതെ. ഈ രാത്രി എനിക്കുറക്കം വരുമോ പൊന്ന? നാളുകൾ കൊണ്ട് ഞാൻ കാത്തിരുന്ന നിമിഷമല്ലേ ഇത്? അത് ഞാൻ വേണ്ടെന്ന് വയ്ക്കുവോ പൊന്ന? അവൻ അവളുമായി ഒന്നും അറിഞ്ഞു. ദേവന്റെ കണ്ണുകളിലെ തിളക്കം അവൾക്ക് അവൻ്റെ കണ്ണുകളിൽ നോക്കാൻ തന്നെ നാണം തോന്നി. അവൾ കണ്ണുകൾ അടച്ചു. പൊന്ന, ഇന്നത്തെ ഈ ദിവസം വെറുതെ പാഴാക്കാൻ എനിക്ക് കഴിയില്ല. എൻ്റെ താലി നിന്റെ കഴുത്തിൽ വീഴാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. നിന്നെ എൻ്റെ
എല്ലാ അർത്ഥത്തിലും എൻ്റെ സ്വന്തമാക്കാൻ. അവളുടെ ശ്വാസഗതി ഉയർന്നു. ദേവൻ അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി വച്ചു. അവളുടെ ശരീരം ദുർബലമായി. ഓരോ രോമക്കുടികളും എണീറ്റ് നിന്നു അവൻ്റെ ചുംബനം സ്വീകരിക്കാൻ. അവളുടെ നീല ഞരമ്പിൽ മുത്തിവിട്ടവൻ മുഖമുയർത്തി. ഈ വെള്ളാരം കണ്ണുകൾ പറയുന്ന കഥ എനിക്ക് കേൾക്കണം. അതിനായി അത് തുറന്നു പിടിക്കു പൊന്ന. ദേവന്റെ മന്ത്രണം. അവൻ്റെ ചുണ്ടുകൾ നെറ്റിയിൽ, കണ്ണുകളിൽ, മൂക്കിൻ തുമ്പിൽ, കവിളുകളിൽ, നേരിയ ചുവപ്പേറിയ ചുണ്ടിൽ എന്നിങ്ങനെ അമർന്നുകൊണ്ടിരുന്നു. അവളുടെ ഉയരുന്ന ശ്വാസഗതി. പൊന്ന. അവൻ്റെ ശബ്ദത്തിലെ മാറ്റം അതവളെ കൂടുതൽ തളർത്തി. പഞ്ഞിക്കെട്ടിനെ തഴുകുന്ന ലാഘവത്തിൽ തഴുകിയിറങ്ങുന്ന കൈകൾ. അപ്പൂപ്പൻ താടി പോൽ പറന്നുയരാൻ കൊതിച്ചവർ പരസ്പരം പിണഞ്ഞു. പട്ടം കണക്കെ പറന്നുയരുന്ന വസ്ത്രങ്ങൾ. ദേവന്റെ പ്രണയം അവൻ അവളിൽ പലതരത്തിൽ ചൊരിഞ്ഞു. അവനിലെ പ്രണയം തീയായി അവളിൽ പെയ്തു. അവളുടെ നിശ്വാസങ്ങൾ റൂമിൽ അലയടിച്ചു. അവൻ്റെ കൈകൾ, ചുണ്ടുകൾ എത്തിപ്പെടാൻ ഇനിയും അവളിൽ എങ്ങോ ഇല്ലിടം. കിതപ്പുകൾ അവനെ കൂടുതൽ ആവേശത്തിലാഴ്ത്തി. തലച്ചു പെയ്യുന്ന പേമാരിയായി അവൻ മാറി. പ്രാവുപോൽ അവളുടെ കുറുകലുകൾ, മൂളലുകൾ. ഇരുവരും ഒന്നായി തീർന്ന നിമിഷം സാക്ഷിയായി അവശേഷിച്ചത് വിയർപ്പ് തുള്ളികൾ മാത്രം. അവളെ ചേർന്ന് കിടക്കുമ്പോൾ അവൻ്റെ പ്രണയച്ചൂട് അവളെ പൊള്ളിച്ചു. പൊന്ന, എൻ്റെ പ്രണയം നിന്നെ വേദനിപ്പിച്ചോ? അവൻ്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്നു. ഇല്ല ദേവേട്ട, മനസ്സുകൊണ്ട് ഞാൻ എപ്പോഴേ തയ്യാറായതാ എൻ്റെ ദേവേട്ടൻ്റെ സ്വന്തമാകാൻ. ഞാൻ ഏറെ കൊതിച്ച നിമിഷമാണെന്ന്. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ആകെ ചുവന്ന് കയറിയിരിക്കുന്നവളെ അവൻ കള്ളച്ചിരിയോടെ നോക്കി. ഇങ്ങനെ നോക്കല്ലേ ദേവേട്ട, എനിക്ക് എന്തോ പോലെ തോന്നുന്നു. അവൾ മുഖം പൊതിഞ്ഞു പിടിച്ചു. അവൻ്റെ ചുണ്ടിൽ കുസൃതി ചിരി. കൈകൾ മെല്ലെ ചലിച്ചു. അയ്യോ, അവൾ പിടഞ്ഞു. വേണ്ടാട്ടോ ദേവേട്ടാ. വേണം. അവൻ അവളെ നെഞ്ചിലേക്ക് ചേർത്തമർത്തി. അവളുടെ ശരീരം വിറകൊണ്ടു. എങ്കിലും അവൻ്റെ ചൂട് അവൾക്കിഷ്ടമാണ്. ഒരുപാട് ഒരുപാട്. അവരുടെ പ്രണയം അലതല്ലി ഒഴുകുന്ന പുഴ പോലെ ഒരുപാട് ദൂരം ഒഴുകി ഒഴുകി അകലട്ടെ. അന്നക്കൊച്ചേ. മോനെ ഉറക്കി അന്ന വാതിലേക്ക് നോക്കി. എൻ്റെ മോനൂട്ടൻ ഉറങ്ങിയോ അന്നമ്മോ? കുഴഞ്ഞ ശബ്ദത്തിൽ ശങ്കർ ചോദിച്ചുകൊണ്ട് ഉള്ളിലേക്ക് കടന്നു. ആഹാ, ഇത് പുതിയ ശീലമാണല്ലോ ശങ്കർ. നല്ല കോലം തന്നെ. അന്ന മുഖം വീർപ്പിച്ചു. ആടിയാടി അവൻ അകത്തേക്ക് കടന്നു. എന്താ, എൻ്റെ ഭാര്യയുടെ മുഖത്ത് കടന്നൽ കുത്തിയോ? അവൻ അവളുടെ കവിളിൽ കിള്ളി. ദേ ശങ്കർ, കളിക്കല്ലേ. അയ്യോ, ഒച്ചയുണ്ടാക്കല്ലേ, എൻ്റെ മോനുണരും. അവൻ ഉണർന്നാ എൻ്റെ കഞ്ഞിയിൽ പാറ്റ വീഴു അന്നമ്മോ. അല്ലേലും ഇന്ന് പാറ്റ വീണു. അവൾ മുഖമേറ്റി. അയ്യോ, അങ്ങനത്തെ കടുത്ത തീരുമാനം എടുക്കല്ലേടി ഭാര്യ. എൻ്റേത് ലോല മനസ്സാ. എന്നാ ലോലൻ അങ്ങോട്ട് മാറി നിന്നേ, എനിക്ക് ഉറങ്ങണം. അവൾ ബെഡിലേക്ക് കിടന്നു. ശങ്കർ പുഞ്ചിരിയോടെ അവളുടെ ഒപ്പം കയറി കിടന്നു. ദേ ശങ്കർ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അവൻ്റെ ശ്വാസം അവളുടെ കഴുത്തിൽ പതിച്ചു. അന്ന, പ്രണയത്തോടെ അവൻ്റെ ശബ്ദം. അവളുടെ ദേഷ്യം അലിഞ്ഞു തുടങ്ങി. അവൻ്റെ ചുണ്ടുകൂടി പതിഞ്ഞതും അവളുടെ ദേഷ്യം മഞ്ഞ പോലെ അലിഞ്ഞുപോയി. അവൾ അവന് നേരെ തിരിഞ്ഞു. എന്തിനാ ശങ്കർ പുതിയ ശീലങ്ങളൊക്കെ? ഇത് ഒരു തുടക്കമാകരുത് കേട്ടോ. ഒരിക്കലും ഇല്ലെന്നാ. എനിക്കിന്ന് സന്തോഷം നിറഞ്ഞ ദിവസമാണ്. എൻ്റെ മക്കളുടെ ജീവിതം തുടങ്ങി. അപ്പം പിന്നെ ഇന്ന് 2 അടിച്ചില്ലേ, പിന്നെ എന്നടിക്കാനാ? ഇങ്ങനെ ഓരോ കാരണം പറഞ്ഞാ എല്ലാവരും വെള്ളവടി തുടങ്ങുന്നത്. പിന്നെ അത് ഒഴിവാക്കാൻ പറ്റാതാകും. പിന്നെ ജീവിതത്തിൽ ഫസ്റ്റ് പ്രയോറിറ്റി മദ്യത്തിനാകും. അങ്ങനൊന്നും ഇല്ല അന്നമ്മോ. എന്നും എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി നിനക്ക് തന്നെയാ. പിന്നെയുള്ളൂ എനിക്ക് നമ്മുടെ മോൻ പോലും. നീയല്ലേ എൻ്റെ അനുരാഗം.
ആദ്യാനുരാഗം. ശങ്കർ പറഞ്ഞത് കേട്ട് അവൾ പുഞ്ചിരി തൂകി. അവൻ അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ മുകർന്നു. എൻ്റെ അവസാന ശ്വാസം വരെ നിന്നെ ഞാൻ പ്രണയിച്ചുകൊണ്ടേയിരിക്കും. അവൻ അവളുടെ ചുണ്ടുകളെ സ്വന്തമാക്കി. പതിയെ പതിയെ അവൻ്റെ പ്രണയം വഴിമാറി സഞ്ചരിക്കാൻ തുടങ്ങി. അവളുടെ പൊട്ടിച്ചിരി ഉയർന്നു കേട്ടു തുടങ്ങി. അവൻ്റെ പ്രണയം അതിൻ്റെ കൊടുമുടി കയറി. അന്നയുടെ പൊട്ടിച്ചിരി കുറുകലും മൂളലുകളുമായി പരിണമിച്ചു. ഇനിയും ഇനിയും പരസ്പരം പ്രണയിച്ചുകൊണ്ട് അവർ തങ്ങളുടെ ജീവിതം തുടരട്ടെ. അവസാനിച്ചു. ഹായ് ഫ്രണ്ട്സ്, കുറച്ച് ഇഷ്യൂസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? അതാണ് ഇത്രയും പെട്ടെന്ന് ഇത് അവസാനിപ്പിച്ചത്. എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച രീതിയിൽ എനിക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല, അതാണ് സത്യം. ഈ സ്റ്റോറിയിലെ ബാക്കിയുള്ളവരുടെ ജീവിതം കുട്ടി സ്റ്റോറിയായി നമ്മുടെ ന്യൂ ചാനലായ സ്റ്റോറീസ് ഓഫ് ദേവതീർത്ഥയിൽ വരുന്നതാണ്. പിന്നെ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഹൈപ്പും ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇഷ്യൂ വന്ന ചാനൽ ഗ്രോത്ത് നോക്കിയാണ് യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുന്നത്. സോ നിങ്ങളുടെ സപ്പോർട്ടില്ലെങ്കിൽ ഞാൻ എന്ന വ്യക്തി പിന്നെ ഇവിടെ ഉണ്ടാകില്ല. അതുകൊണ്ട് എല്ലാവരും മറക്കാതെ ലൈക്കും കമൻറ്റും ചെയ്യണം പ്ലീസ്. എൻ്റെ അവസ്ഥ അതാണ്. നിങ്ങൾ ഓരോരുത്തരും മനസ്സ് വെച്ചാൽ മാത്രമേ എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ കഴിയൂ.